മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗ മോളെ കൊഞ്ചിക്കുകയാണ് കേട്ടോ. എത്ര കൊഞ്ചിച്ചിട്ടും മതിയാകുന്നില്ല ദുർഗയ്ക്ക്. അത്രയ്ക്ക് മോളോട് ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒന്ന് കാണാൻ കൊതിച്ചതും അതേപോലെ തന്നെ തൻ്റെ പേരക്കുട്ടിയാണ് എന്നുള്ള ബോധം ഉണ്ട്. അത് കാണുമ്പോൾ മഹിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ. കണ്ണനും മഹി വിചാരിക്കുന്നുണ്ട് എങ്ങനെ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറാൻ കഴിഞ്ഞു എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം കരുണ ഡ്രസ്സൊക്കെ ആയിട്ട് ഡോക്ടർ തോമസിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അത് കാണുമ്പോൾ മഹിയും കണ്ണനും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകണോ എന്നിങ്ങനെ ചോദിക്കണം. അവിടെ എന്തായാലും അവരൊക്കെ ഉണ്ടല്ലോ, നീ പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ണേട്ടാ ഞാൻ പോവുകയാണ് എന്ന് പറയണം കേട്ടോ. കരുണ്ട മുഖം ആകെ വിഷാദഭാവമാണ്. അത് കാണുമ്പോൾ ദുർഗ പറയും, വേണ്ടടാ മോനെ, എന്തിനാ അവളിവിടെ നിൽക്കുന്നത്? ഈ കുഞ്ഞും നിങ്ങളും ഇവിടെ നിൽക്കുന്നത് അവൾക്ക് അസൂയയാണ്. പിന്നെ ഈ കുഞ്ഞുള്ളപ്പോൾ അവളിവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അവൾ പോയിക്കോട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. കരുണ എന്നിട്ട് കരയണ പോലെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് കരുണ പോവുകയാണ്. അതേസമയം ഡോക്ടർ തോമസിൻ്റെ അവിടെ ഡോക്ടർ തോമസ് മേഘനാഥനും അതുപോലെ വാമദേവനെയും കൂടി എല്ലാം പരിശോധിച്ച് വാമദേവൻ മേഘനാഥനെ പിടിച്ച് മെല്ലെ എഴുന്നേറ്റ് നടത്തിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം വൈദ്യർ പറയുന്നുണ്ട്, ഇപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയല്ലോ, ഇനി കുറേ കഴിയുമ്പോൾ ഇതിലും ഭേദമാകും, സംസാരിക്കാനും തുടങ്ങും എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ്റെ മനസ്സിലിങ്ങനെ പലതും മിന്നിത്തെളിയാണ് കേട്ടോ. കാരണം ഇനിയും എഴുന്നേറ്റിട്ട് വേണം ഇനി അടുത്ത പരിപാടി നോക്കാനെന്ന്. അതേപോലെ തന്നെ വാമദേവനും മോൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പക്ഷേ ഇതെല്ലാം നമ്മുടെ സാഗർ അറിയണം കേട്ടോ. അതിൽ മേഘനാഥൻ എഴുന്നേറ്റ് നടന്നു എന്നുള്ളതും എല്ലാം മഞ്ജുവിനോട് വന്ന് പറയുകയാണ്. ഇനി എന്തെല്ലാം ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇത്ര നാളും അവൻ കിടക്കുകയാണെന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കാനും പറ്റും, അതുപോലെ ഇനി സംസാരിക്കുകയും ചെയ്യും. ഇനിയും അവൻ അങ്ങോട്ട് എന്തൊക്കെ ചെയ്യുന്നുള്ളത് അറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജുവിന് പക്ഷേ പേടിയൊന്നുമില്ല, സാഗറിനേ ഉള്ളൂ ചെറിയൊരു പേടി. മഞ്ജുവിന് എന്തെങ്കിലും ചെയ്യുമോ, അതുപോലെ തന്നെ കുഞ്ഞിനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് എതിരായി നിൽക്കുമോ എന്നുള്ള പേടിയൊക്കെയാണ് കേട്ടോ. അതേസമയം കരുണ അവിടെ വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഉണ്ണിയോടും അതുപോലെ പ്രതാപനോടും ഒക്കെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കരുണയ്ക്കൊരു തരം ഭ്രാന്ത് പോലെ ആവുകയാണ് കേട്ടോ. കാരണം കരുണ പലതവണ ശ്രമിച്ചതാണിത്, എന്നിട്ടും പാളിപ്പോയി. കരുണ പ്രതാപനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും എന്നെ ഒരു ദിവസമല്ല ഒരു മണിക്കൂർ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിഞ്ഞു. എന്തിനാണ് എൻ്റെ ഈ പാഴ്ജമം? ഞാൻ മരിച്ചാലും കൂടി ഇതിലും നല്ലതായിരുന്നു, ഇതുപോലൊരു കഴിവുകെട്ട ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് പ്രതാപനെയും ഉണ്ണിയും എല്ലാവരെയും അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്ത അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ഒരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.